യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നാം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ, അത്യാവശ്യത്തിന് പോലും പണമില്ലാതെ വലിയ സാമ്പത്തിക പ്രയാസം, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിലൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പഠനം പാതി വഴിക്ക് നിന്നു പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഏറ്റവും അത്ഭുതകരമായി നടത്തും. വചനം വിശ്വസിക്കുക മാത്രമല്ല, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ കൂടിയാണ് ആ വചനത്തിലെ അനുഗ്രഹങ്ങൾ നമ്മിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ആ വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ആ വചനം വിശ്വസിക്കുക മാത്രമല്ല, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക കൂടി വേണം. അപ്പോഴാണ് ആ വചനത്തിലെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം നമുക്ക് കേട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. രാജസേവകൻ യേശുവിനോട് അപേക്ഷിച്ചു, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുവാണ്, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തു വരണമേ എന്ന് അപേക്ഷിച്ചു. 50-ാമത്തെ വാക്യം തൊട്ടു മുകളിൽ യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും, നിൻ്റെ മകൻ ജീവിക്കും. 50-ാമത്തെ വാക്യം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ദൈവത്തിൻ്റെ വാക്ക്, ആ വചനം വിശ്വസിച്ച് കേട്ടിട്ട് പോയെന്നല്ല, ആ വചനം കേട്ട് വിശ്വസിച്ചത് ഏറ്റെടുത്തോണ്ട് പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവൻ പറഞ്ഞു. 7-ാം മണിക്കൂറിൽ, ഇന്നലെ ഇന്ന സമയത്താ അത്ഭുതം നടന്നത്, അടയാളം സംഭവിച്ചത്, ആ ദൈവപ്രവൃത്തി അവിടെ നടന്നത് എന്ന് പറഞ്ഞു. 53-ാമത്തെ വാക്യം, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. 2 സമയവും തമ്മിൽ കണക്റ്റ് ചെയ്തു. ഏത് സമയത്തായി ഈ സംഭവം നടന്നേ? കൃത്യം യേശു പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ച സമയത്തു തന്നെ അപ്പുറത്ത് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത്, ആ വീടിനകത്ത്, ആ മകനിൽ ദൈവപ്രവൃത്തി സംഭവിച്ചു. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. അവനും കുടുംബവും മുഴുവൻ വിശ്വസിച്ചു. ഇത് യൂദായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്. ഇന്ന് നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നത്, ഓരോ ദിവസവും കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം വിശ്വസിക്കുമ്പം നമ്മൾ ഏത് കാര്യത്തെ മുൻനിർത്തിയാണോ പ്രാർത്ഥിക്കുന്നത്, അവിടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കും. അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. അവിടെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കും. ആ പിതാവ് അന്വേഷിച്ചു, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ 2 സമയവും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തു, കണക്ക് കൂട്ടി.
കൃത്യം മനസ്സിലാക്കി യേശു പറഞ്ഞ അതേ സമയത്ത് ആ വ്യക്തി വിശ്വസിച്ച് അവിടുന്ന് ഇറങ്ങിയ ആ സമയത്ത് തന്നെ അപ്പുറത്ത് ദൈവപ്രവൃത്തി സംഭവിച്ചു. നിങ്ങളും ചില വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ ദൂരെയായിരിക്കാം, അവർക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു അടയാളം സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കും. അതാ പറഞ്ഞത്, വചനം കേട്ടാൽ മാത്രം പോരാ, അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. അപ്പോഴാണ് ആ അനുഗ്രഹം, ആ വചനത്തിനകത്തുള്ള അനുഗ്രഹം എന്നിലും നമ്മൾ ഓരോരുത്തരിലും അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ. പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട ആ വചനത്തിൻ്റെ അനുഗ്രഹം ഈ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്, മനസ്സ് തളർന്നവരുണ്ട്, കുടുംബജീവിതത്തെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് അവരുടെ ആരോഗ്യമോർത്ത് സ്വഭാവമോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വീട് സ്ഥലമൊന്ന് വിൽക്കാൻ നോക്കുന്നവരുണ്ട്, ഒരു പുതിയ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിയിലെ ബുദ്ധിമുട്ട് മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശമ്പളം കൂടുതൽ കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വരുമാന മാർഗങ്ങൾ, തൊഴിൽ മേഖലകൾ, ടാക്സി ഓടിക്കുന്നവർ, ദിവസേനയുള്ള കൂലിവേലയ്ക്ക് പോകുന്നവർ, വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവർ, അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ, കടലിൽ ജോലി ചെയ്യുന്നവർ, നഴ്സിംഗ് ജോലി ചെയ്യുന്നവർ, പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഓട്ടിസം പോലുള്ള അവസ്ഥകൾ ഉള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, മനോരോഗ വൈകല്യമുള്ളവർ, ദൈവം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവനാമത്തിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട നിങ്ങളെപ്പോൾ കണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിന് അസൂയയുടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറട്ടെ. നിങ്ങൾ ദൈവീക സംരക്ഷണം ഇരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു വാക്ക് നിങ്ങളോട് പറയാം. ഈ മാസം 25-ാം തീയതി മുതൽ 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ 31-ാം തീയതി വരെ, അതായത് ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പുള്ള 7 ദിവസം നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. എല്ലാ 2 നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുവാണ്. ഉപവാസ പ്രാർത്ഥന 2 നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ആ നിയോഗം ഇതൊക്കെയാണ്. ഇന്ന് വരെ നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഇന്നുവരെ ഡെയിലി ബ്ലെസ്സിങ് നിയോഗ പ്രാർത്ഥന കണ്ടു പ്രാർത്ഥിക്കുന്നവർ, അയച്ചു കൊടുത്തവർ, ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇട്ടവർ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. 2 സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ജൂൺ മാസം മുതൽ തന്നെ അവരുടെ ഈ വർഷം മുഴുവൻ അനുഗ്രഹമാകാൻ, നന്നായിട്ട് പഠിക്കാൻ, സ്വഭാവ രൂപീകരണം സംഭവിക്കാൻ, നല്ല വിജയമുണ്ടാകാൻ, നല്ലൊരു ഭാവി അവർക്കുണ്ടാകാൻ, നല്ലൊരു നന്മ അവരിലുണ്ടാകാൻ, ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകാതിരിക്കാൻ, അതിന് ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പുള്ള 7 ദിവസം ഈ 2 നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. നിങ്ങൾക്കും അതൊരു അനുഗ്രഹമാകും. സാധ്യമായ എല്ലാവരോടും അറിയിക്കുക. പ്രിയപ്പെട്ടവരോടും കാണുന്നവരോടും കേൾക്കുന്നവരോടും ഒക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. 2 കാര്യങ്ങൾ പ്രധാനമാണ്. പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിച്ചു വാങ്ങണം. പ്രാർത്ഥനയും അനുഗ്രഹവും വെറുതെ കിട്ടില്ല, അത് ചോദിച്ചു വാങ്ങണം, അത് പറഞ്ഞു മേടിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.